പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ രാജ്യം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുകയാണ്. ഇതിനോടകം തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അടച്ചു എന്നുള്ള കാര്യം. നിരവധി വിമാനങ്ങൾ കടന്നു പോകുന്ന ഒരു എയർ സ്പേസാണ് പാകിസ്ഥാൻ്റേത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൂടെ കടന്ന് താഴേക്ക്, അതായത് സിംഗപ്പൂർ, അതുപോലെ ഓഷ്യാന ഭാഗത്തേക്കൊക്കെ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ട വിമാനം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ഈ പാകിസ്ഥാൻ്റെ എയർ സ്പേസിലൂടെയാണ്. നമുക്കത് കൃത്യമായി ഇപ്പോൾ ഈ ഡേറ്റകളിൽ നിന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് പാകിസ്ഥാൻ. നിങ്ങൾക്കതിൽ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങൾ കാണാം. ഇവിടെ കൂടെ നിലവിൽ ഒരൊറ്റ വിമാനമാണ്, എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനമാണ് അതിലേക്കൂടെ പോകുന്നത്. ആ വിമാനം സിയോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏഡിസ് അബാബയിൽ നിന്ന് സിയോളിലേക്ക് പോകുന്ന ഒരു വിമാനം മാത്രമാണ് നിലവിൽ ഈ പാകിസ്ഥാൻ്റെ ഈ എയർ സ്പേസിലുള്ളത്. ആ വിമാനം തന്നെ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും വളരെ മാറിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തൊക്കെ വളരെ തിങ്ങി നിറഞ്ഞു. ഇതിൽ പല വിമാനങ്ങളും ഈ മേഖലയിലൂടെ കടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ ഈ വിമാനങ്ങളിൽ പലതും ഇപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമപാത മാറി ആണ് സഞ്ചരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു സ്ഥലം നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നത് ഈ ടിബറ്റിൻ്റെ ഭാഗത്താണ്. ടിബറ്റിൻ്റെ ഭാഗത്ത് ഇത്തരമൊരു പ്രത്യേകതയുള്ളത്, ടിബറ്റിൻ്റെ ഉയർന്ന ഭൂപ്രകൃതി കൊണ്ടാണ്. ആ വിമാനങ്ങൾ വലിയ മലയുടെ നിരകളിലൂടെ പോകുന്നതിലുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് ആ ഭാഗം മാത്രം ഒഴിവാക്കി മറ്റ് സ്ഥലങ്ങളിലൂടെ ഈ ടിബറ്റിൻ്റെ ഭാഗം ഒഴിവാക്കി വിമാനങ്ങൾ പറക്കുന്നത്. ഏതാണ്ട് ഈ ടിബറ്റിൻ്റെ അതേ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ്റെ വ്യോമപാത. നമുക്കറിയാം, അതിന് താഴെ ഇന്ത്യയുടെ വ്യോമപാതയിലൂടെ വിമാനങ്ങൾ കടന്നു പോകുന്നത് കൃത്യമായി ഈ സൈറ്റുകളിൽ ഈ പല വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലൈവ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നിരവധി സൈറ്റുകളുണ്ട്. ഇത് ഫ്ലൈറ്റ് റഡാർ 24 എന്ന് പറയുന്ന ലൈവ് എയർ ട്രാഫിക്കിൻ്റെ സൈറ്റിൽ കൃത്യമായി ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ രീതിയിലാണ് വിമാനങ്ങൾ മാറി പോകുന്നതെന്ന്. ഈ പാകിസ്ഥാൻ എയർ സ്പേസിലൂടെ മാത്രമായിരുന്നു നേരത്തെ യൂറോപ്പിൽ നിന്ന് വരുന്ന വിമാനങ്ങൾ ഇങ്ങനെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തൂടെ പാകിസ്ഥാനിലൂടെ വന്ന ശേഷമായിരുന്നു ഈ രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, ഡൽഹിയിലേക്കൊക്കെ വരുന്നത്. ഈ വിമാനങ്ങളെല്ലാം ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ പാത ഒഴിവാക്കി ഈ ഗുജറാത്ത് തീരത്തുകൂടെ പറന്ന് അറബിക്കടലിൻ്റെ ഭാഗങ്ങളിലേക്ക് വന്ന് ഗൾഫ് മേഖലകളിലേക്ക് പോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് സത്യത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങൾ, അതായത് എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഈ 3 വിമാനങ്ങൾക്ക് നടത്തുന്ന രാജ്യാന്തര സർവീസുകൾക്ക് പാകിസ്ഥാൻ്റെ വ്യോമപാത ഉപയോഗിക്കുവാൻ പറ്റില്ല എന്നുള്ളൊരു വിലക്ക് ഇതിനോടകം തന്നെയുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാതയിലൂടെ പ്രവേശിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് യാതൊരു വിലക്കുമില്ലായിരുന്നു. എന്നാൽ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന പല വിമാനങ്ങളും പാകിസ്ഥാനിലൂടെയുള്ള വ്യോമപാത, ഇന്ത്യയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വ്യോമപാത ഇതിനോടകം തന്നെ അവർ മാറ്റിയിരുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, സത്യത്തിൽ ഈ വിമാനങ്ങൾക്കൊന്നും പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് വിലക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ ഈ വിമാനങ്ങൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറക്കേണ്ടി വന്നാൽ അതിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ്, അതായത് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകളുടെ സുരക്ഷ കൂടെ മുൻനിർത്തിയാണ് ഈ വ്യോമപാത അവർ മാറ്റിയത്. സത്യത്തിൽ ഈ വഴിയിലൂടെ വരുമ്പോൾ, അതായത് ഈ യൂറോപ്പിൽ നിന്ന് വരുന്ന വിമാനങ്ങൾ ഈ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കടക്കുന്ന വഴിയെ വരാതെ മറ്റ് വഴികളിലൂടെ ഈ അറബിക്കടലിൻ്റെ മുകളിലൂടെ ഗുജറാത്തിലൂടെ വന്ന് ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് അധികം പറക്കേണ്ടി വരുന്നുണ്ട്, വിമാനങ്ങൾക്ക് പറക്കേണ്ടി വരുന്നുണ്ട്. അതിലൂടെ വിമാനങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സുരക്ഷയെ മുൻനിർത്തി പാകിസ്ഥാൻ്റെ എയർ സ്പേസ് ഒഴിവാക്കിയാണ് ഈ ലുഫ്താൻസ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് എയർവേയ്സ്, എയർ ഫ്രാൻസ് തുടങ്ങിയ വിമാനങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി സർവീസ് നടത്തുന്നത് ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ വ്യോമപാത അവർ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് എയർപോർട്ടുകളുണ്ട്, അവിടെയും നിലവിൽ സർവീസുകളില്ല. ഇതിനോടകം തന്നെ ഈ ഭാഗങ്ങളിലുള്ള 5 വിമാനത്താവളങ്ങൾ നമ്മൾ മുൻകരുതൽ നടപടി എന്ന രീതിയിൽ ഇന്ത്യ അടച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
ഈ വിമാനത്താവളങ്ങളിൽ പലതും ഇന്ത്യൻ സേന അവരുടെ ഓപ്പറേഷന് വേണ്ടി കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. എന്തായാലും ഇങ്ങനെ വ്യോമപാത ഒഴിവാക്കുന്നതിലൂടെ പാകിസ്ഥാന് കിട്ടുന്ന വരുമാനം കൂടെ നഷ്ടമാകുന്നുവെന്ന് പലരും പറയുന്നുണ്ട്. ഈ കൂടുതൽ ഇന്ധനം ചെലവഴിച്ച് വേണം ഈ പാകിസ്ഥാൻ്റെ വ്യോമപാത ഒഴിവാക്കി മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാനെങ്കിൽ കൂടിയും സുരക്ഷയൊക്കെ കണക്കിലെടുത്താണ് എല്ലാ വിമാനങ്ങളും. സത്യത്തിൽ 3 വിമാനങ്ങളെ മാത്രമാണ് പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നത്. ഇന്ത്യയുടെ സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, എയർ ഇന്ത്യ. എന്നാൽ ഇപ്പോൾ ഈ ഇന്ത്യയുടെ ആക്രമണം കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അവരുടെ വ്യോമപാത പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.